ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ഗിദിയോന്റെ സ്വഭാവത്തിലെ അടുത്ത ശ്രേഷ്ഠത എന്തെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ എളിമ അഥവാ താഴ്മ. ന്യായാധിപന്മാർ 6:15. അയ്യോ കർത്താവേ, ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. എത്ര താഴ്മയോടെയാണ് ഗിദിയോൻ മറുപടി കൊടുക്കുന്നത്. വലിയൊരു കാര്യമാണ് തന്നോട് ആവശ്യപ്പെടുന്നത്. ഇസ്രയേലിനെ, തന്റെ ജനത്തെ മിഥ്യാനിൽ നിന്ന് രക്ഷിക്കുക എന്ന്. അയ്യോ കർത്താവെ, ഞാൻ എങ്ങനെ ഇത് ചെയ്യും? എന്റെ കുലം ഏറ്റവും എളിയതാണ്, ഞാൻ കുടുംബത്തിൽ വെച്ച് ഏറ്റവും ചെറിയവനാണെന്ന് ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്ന ഗിദിയോനെ നമ്മൾക്ക് ഈ വാക്യത്തിലൂടെ കാണാം. തനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാനായിട്ട് കഴിയില്ല, അതിനുള്ള യാതൊരു പ്രാപ്തിയും തന്നിലില്ല എന്ന് ഗിദിയോൻ അറിയിക്കുകയാണ്. താൻ ആരാന്നും തന്റെ കഴിവുകൾ എന്തെന്നും വ്യക്തമായി ഗിദിയോന് തിരിച്ചറിയാമായിരുന്നു. ഒരിക്കലും ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് കഴിയില്ല, അതിന് താൻ ഏതുമല്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്നാണ് ഇങ്ങനെ ഒരു വിളി ഉണ്ടായതെങ്കിൽ, അതേ കർത്താവേ, ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ഈ പ്രതിസന്ധിയിൽ നിന്ന് ജനത്തെ രക്ഷിപ്പാൻ എന്നെപ്പോലെ പ്രാപ്തൻ ആരുമില്ല എന്നിങ്ങനെയുള്ള മറുപടികളൊക്കെ ഉയരുവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഗിദിയോൻ അങ്ങനെയല്ല. തന്റെ കഴിവ് എന്തെന്ന്, താൻ ആരാന്നുള്ള ബോധ്യവും അവന് വ്യക്തമായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഗിദിയോന്റെ താഴ്മയെ കുറിച്ച് നമ്മൾ കാണുന്നത് 8:1 അതിവ്യക്തമായി മനസ്സിലാക്കാം. എന്നാൽ എഫ്രൈമ്യർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിന് അവൻ, നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അബിയേസരിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രൈമിന്റെ കാലാപെറുക്കലല്ലയോ നല്ലത്? നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാന്യ പ്രഭുക്കളായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്. നിങ്ങളോട് ഒത്തുനോക്കിയാൽ എന്നെ കൊണ്ട് സാധിപ്പിച്ചത് എന്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. തങ്ങളെ യുദ്ധത്തിന് വിളിക്കാത്തത് എന്ത് എന്ന് ചോദിച്ച് ഉഗ്രകോപത്തോടെ അടുത്തു വന്ന എഫ്രൈമ്യരോട് ഗിദിയോന്റെ മറുപടിയാണ്. എത്ര സൗമ്യതയോടെയാണ്, എത്ര എളിമയോട് കൂടിയാണ് ഗിദിയോൻ അവർക്ക് മറുപടി നൽകുന്നത്. നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്തതൊക്കെ എന്തുള്ളൂ? നിങ്ങളാണോ വലിയവ ചെയ്തത്? നിങ്ങളുടെ കയ്യിലാണ് ദൈവം മിദ്യാന്യ പ്രഭുക്കളെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ് നിങ്ങളോട് ഒത്തുനോക്കിയാൽ എന്നെ കൊണ്ട് സാധിപ്പിച്ചതൊക്കെ നിസാരം എന്ന് പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തുന്ന ഗിദിയോനെ നമ്മൾക്ക് ഈ വാക്യങ്ങളിലൂടെ കാണാം. വളരെ കോപത്തോട് വന്ന അവരെ ശമിപ്പിക്കാനായിട്ട് ഗിദിയോന്റെ ഈ സൗമ്യമായ മറുപടി, താഴ്മയോടുള്ള മറുപടി സാധിച്ചു എന്നുള്ളത് നമ്മൾക്കത് വളരെ പ്രശംസനീയമാണ്. ഗിദിയോന്റെ ജീവിതത്തിൽ ദൈവം കണ്ട ഏറ്റവും നല്ല ശ്രേഷ്ഠത ഇത് തന്നെ ആയിരിക്കാം. വേദപുസ്തകത്തിലെ അതിശക്തന്മാരായ പലരിലും ഈ സവിശേഷത നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. മോശ ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് മോചിപ്പിക്കുവാനും പറഞ്ഞപ്പോൾ, ഇത് ചെയ്യുവാൻ ഞാൻ എന്തുള്ളൂ? തനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, വിക്കനാണ് എന്നാണ് മോശ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പറയുന്നത്. അതുപോലെ ആദ്യരാജായ ശൗൽ, താൻ ഏറ്റവും ചെറിയ ഗോത്രത്തിലും ഏറ്റവും ചെറിയ കുടുംബത്തിലും ഉള്ളവനാണെന്ന് പറയുന്ന ശൗലിനെ നമ്മൾ കാണുന്നു. അതുപോലെ യിരെമ്യാവ്, അയ്യോ യഹോവയായ കർത്താവെ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറയുന്ന യിരെമ്യാവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇവരെല്ലാം ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിയവരാണ്. എന്നാൽ ഇവരെയാണ് ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾക്ക് തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുന്നവരെ ദൈവം തക്ക സമയത്ത് എടുത്ത് ഉയർത്തും. അതിന് ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ മുൻപിൽ ഉണ്ട്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളും. ഫിലിപ്പി ലേഖനം 2:3 നമ്മൾക്ക് കാണാം. മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ ദുഃഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. താഴ്മയോടെ മറ്റുള്ളവരെ തന്നെത്താൻ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ എന്ന് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ, അത് നമ്മളുടെ സഹോദരങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവാനായിട്ട് നമ്മൾക്ക് കഴിയുന്നുണ്ടോ? താഴ്മയോടെ മറ്റുള്ളവരോട് ഇടപെടുവാനായിട്ട് നമ്മൾക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ നമ്മൾക്കത് കഴിയണം. ദൈവം കർത്താവ് പറഞ്ഞിരിക്കുന്നു അത് തന്നെയാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ ദുഃഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കർത്താവിന്റെ സൗമ്യതയും താഴ്മയും
കർത്താവിനെ നോക്കി പഠിക്കുവാനാണ് കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഈ കർത്താവിന്റെ സൗമ്യതയും താഴ്മയും ഉള്ളവരായി തീരുവാനായിട്ട് വരുന്ന ദിവസങ്ങളിൽ ഇടയാകട്ടെ. ഗിദിയോനിലുള്ള ഈ എളിമയും താഴ്മയും നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിലും നമ്മൾ മറ്റുള്ളവരുടെ ഇടപെടലും കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയിലും ഒക്കെ ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി തുടർന്ന ദിവസങ്ങളിൽ ഈ ചെറിയ പഠനം എല്ലാവർക്കും പ്രചോദനമായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.